കോഴിക്കോട് മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റിയിലെ പൊട്ടിത്തെറിയിൽ ഈ ആഴ്ച തന്നെ സർക്കാർ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ കെ.വി. വിശ്വനാഥൻ. രോഗികൾക്ക് ബുദ്ധിമുട്ടുണ്ടായോ എന്നത് പ്രത്യേക മെഡിക്കൽ അന്വേഷണ സംഘം പഠിക്കും. രോഗികളെ മാറ്റുന്നതിൽ വീഴ്ചയുണ്ടായിട്ടില്ല എന്നും അദ്ദേഹം പറയും. സർക്കാർ എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് തരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഒട്ടും വൈകില്ല, ഉടൻ തന്നെ കൊടുക്കുന്നതായിരിക്കും. ഈ ആഴ്ച തന്നെ കൊടുക്കും. ഒട്ടും താമസം വന്നിട്ടില്ല. വളരെ എഫക്റ്റീവായിട്ടാണ് നമ്മൾ എല്ലാവരെയും മാറ്റിയിട്ടുള്ളത്. അത് പ്രിൻസിപ്പളിൻ്റെ നേതൃത്വം നൽകിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവർക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെയാണ് എല്ലാവരും മാറ്റിയിട്ടുള്ളത്. ആകെ ആ ഒരു ഫ്ലോറിലുണ്ടായിരുന്ന എനിക്ക് തോന്നുന്നു 10-35ഓളം പേഷ്യൻസ്. അവർക്കായിരുന്നു മാറ്റാൻ പ്രൈമറി ആയിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്യേണ്ടി വന്നത്. മറ്റ് വാർഡുകളിലൊന്നും പ്രശ്നമില്ലായിരുന്നു, വിഷയം തന്നെ ഇല്ലായിരുന്നു. അർജുൻ കല്യാടാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. അർജുൻ, ഈ രോഗികളെ മാറ്റുന്നതിൽ വീഴ്ച പറ്റിയിട്ടില്ല എന്ന് അദ്ദേഹം പറയുകയാണ്. ഒരു പക്ഷേ പരിശോധന നടത്തിയ ശേഷം അവിടെയുള്ളവരോടൊക്കെ സംസാരിച്ച ശേഷമായിരുന്നിരിക്കണം അദ്ദേഹത്തിന്റെ ആ ഒരു പ്രാഥമികമായ നിഗമനം. പക്ഷേ രോഗികളുടെ ബന്ധുക്കൾ ഉയർത്തുന്ന പരാതികളൊക്കെ ഉണ്ടല്ലോ, അത് സ്ഥിരീകരിക്കുന്ന രീതിയിലുള്ള പ്രാഥമിക റിപ്പോർട്ടുകളാണ് മറ്റ് ഏജൻസികളിൽ നിന്ന് വരുന്നത്. ഇതിൽ വീഴ്ചയുണ്ടായി, അല്ലെങ്കിൽ സുരക്ഷാ സംവിധാനങ്ങളിൽ ഫയർ എക്സ്റ്റിങ്ക്യൂഷർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളിൽ വീഴ്ചയുണ്ടായി എന്നത് ആ റിപ്പോർട്ടിലുമുണ്ട്. രോഗികളുടെ ബന്ധുക്കൾ ആരോപിക്കുന്നുണ്ട്. ഇക്കാര്യങ്ങളിൽ എന്താണ് അദ്ദേഹത്തിന്റെ കണ്ടെത്തലുകളും പ്രതികരണവും? വിനീത, അതായത് പ്രാഥമികമായി ഈ വിഷയത്തിലുള്ള പഠനങ്ങൾ പൂർത്തീകരിക്കാൻ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ അന്വേഷിക്കാനാണ് ഡോക്ടർ ഇവരുടെ നേതൃത്വത്തിലുള്ള ഈ അന്വേഷണ സംഘം ഇപ്പോൾ ഇവിടെ എത്തി, മെഡിക്കൽ കോളേജിലേക്ക് എത്തി. സൂപ്രണ്ടിനോടും പ്രിൻസിപ്പാളിനും ഒക്കെ കാര്യങ്ങൾ അന്വേഷിച്ചത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള യോഗത്തിന് ശേഷമാണ് ഇപ്പോൾ മാധ്യമങ്ങളോട് ഈ കാര്യങ്ങളെല്ലാം അറിയിച്ചിരിക്കുന്നത്. അതിൽ തന്നെ പറയുന്നത് വിനീത സൂചിപ്പിച്ചതുപോലെ തന്നെ രോഗികളുടെ ബന്ധുക്കൾ വലിയ രീതിയിലുള്ള ആക്ഷേപമായിരുന്നു ഈ സംഭവം നടക്കുന്ന സമയത്ത് തന്നെ, അല്ലെങ്കിൽ അതിനെ തൊട്ടുപിന്നാലെ തന്നെ ഉയർത്തിയിരുന്നത്. രോഗികളെ മാറ്റുന്നതിൽ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടായി, അലംഭാവമുണ്ടായി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ സൂചിപ്പിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ഇതിൻ്റെ പ്രതികരണത്തിൻ്റെ ഭാഗമായി പറയുന്നത് അപകട സമയത്ത് രോഗികളെ മാറ്റുന്നതിൽ മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. കൃത്യമായ രീതിയിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങളോടുകൂടി തന്നെയാണ് ഇത്തരമൊരു നടപടി ഇവർ സ്വീകരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അതായത് മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ട് ഉൾപ്പെടെ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. ആവശ്യമായിട്ടുള്ള മേൽനോട്ടത്തിൽ തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് ഇപ്പോൾ DME ആയിട്ടുള്ള കെ.വി. വിശ്വനാഥൻ തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രാഥമികമായിട്ടുള്ള അന്വേഷണ റിപ്പോർട്ട് ഈ ആഴ്ച തന്നെ സർക്കാരിന് സമർപ്പിക്കും എന്നുള്ള കാര്യം കൂടി ഡോക്ടർ വിശ്വനാഥൻ വ്യക്തമാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ തീപിടുത്തം ഉണ്ടായിട്ടുള്ള കാഷ്വാലിറ്റിയുടെ പ്രവർത്തനം വളരെ പെട്ടെന്ന് പൂർത്തിയാക്കാൻ, അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനം പൂർവ്വസ്ഥിതിയിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രാഥമികമായിട്ടുള്ള നടപടികളാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. അതിനാവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. പക്ഷേ MRIയും അതുപോലെ തന്നെ കാഷ്വാലിറ്റിയിലുമാണ് പ്രധാനപ്പെട്ട പ്രശ്നങ്ങളുണ്ടായത്. അവിടെ ഈ ഇത്തരത്തിൽ ഒരു പുനഃക്രമീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചെറിയ കാലതാമസമുണ്ടാവും. പക്ഷേ മറ്റു വാർഡുകൾ പ്രവർത്തിക്കുന്നതിനോ അതുമായി ബന്ധപ്പെട്ടുള്ള തിയേറ്ററുകൾ പ്രവർത്തിക്കുന്നതിനോ കാലതാമസം ഉണ്ടാവില്ല. ഓപ്പറേഷൻ തിയേറ്ററുകൾ ചൊവ്വാഴ്ച മുതൽ പ്രവർത്തിച്ച് തുടങ്ങുമെന്നുള്ള കാര്യം കൂടി ഡോക്ടർ കെ.വി. വിശ്വനാഥൻ വ്യക്തമാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് തന്നെ വാർഡുകൾ പ്രവർത്തിച്ച് തുടങ്ങും, വാർഡുകളിലേക്ക് രോഗികളെ മാറ്റുമെന്നുള്ള കാര്യം കൂടി വ്യക്തമാക്കുന്നുണ്ട്. അതോടൊപ്പം വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണ സമിതിയാണ്. 5 അംഗ സമിതിയെ രൂപീകരിച്ചിട്ടുണ്ട്. കോട്ടയം മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിൻ്റെ നേതൃത്വത്തിലാണ് ഈ സമിതി എത്തുക. ആ സമിതിയായിരിക്കും രോഗികൾക്ക് എന്തൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്, രോഗികളെ മാറ്റുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ രോഗികൾക്ക് ഉണ്ടായിട്ടുണ്ടോ, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിക്കുകയും അന്വേഷിക്കുകയും ചെയ്യുന്നത് ഈ 5 അംഗങ്ങളുടെ വിദഗ്ധ സമിതിയായിരിക്കും എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ DME ആയിട്ടുള്ള കെ.വി. വിശ്വനാഥൻ വ്യക്തമാക്കുന്നുണ്ട്. വിനീത, ശരി, എന്തായാലും അർജുൻ കല്യാടാണ് വിവരങ്ങൾ നൽകിയത്, കോഴിക്കോട് മെഡിക്കൽ കോളേജ്.